നമസ്കാരം, ഈടി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം പേരും ഭാവിയിലേക്ക് വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ പണമേൽപ്പിക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്ന് വലിയ തുകകൾ കടമെടുക്കാറുണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതും വെറും ഒരു ദിവസത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഇൻട്രാഡേ ലോണുകൾ. കേൾക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നാം. ഞാൻ കൊടുത്ത പണം വെച്ച് അവർ എന്തിനാണ് കടമെടുക്കുന്നത് എന്ന്. എന്നാൽ പേടിക്കേണ്ടതില്ല. റീറ്റെയിൽ നിക്ഷേപകരുടെ പണത്തിന് യാതൊരുവിധ റിസ്ക്കും വരാതിരിക്കാൻ സെബി ഇതിന്മേൽ വളരെ ശക്തമായൊരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഈ ഇൻട്രാഡേ ബോറോവിംഗ് റൂൾ എന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കാം. ആദ്യം തന്നെ ഫണ്ട് ഹൗസുകൾ എന്തിനാണ് കടമെടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. മാർക്കറ്റിൽ വൻ തകർച്ച ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒട്ടനവധി നിക്ഷേപകർ തങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പണം പിൻവലിക്കാൻ അപേക്ഷ നൽകുമ്പോഴോ ഫണ്ട് ഹൗസുകൾ വലിയ തുക പെട്ടെന്ന് നൽകേണ്ടി വരും. ഇത്തരം എമർജൻസി സാഹചര്യങ്ങളിൽ കയ്യിലുള്ള ഓഹരികൾ നഷ്ടത്തിൽ വിൽക്കാതിരിക്കാൻ ഫണ്ട് ഹൗസുകൾ താൽക്കാലികമായി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാറുണ്ട്. സാധാരണയായി 20% വരെ ഫണ്ട് വാല്യൂ ഇങ്ങനെ കടമെടുക്കാൻ നിയമമുണ്ട്. എന്നാൽ പലപ്പോഴും ഒരു ദിവസത്തെ ആവശ്യങ്ങൾക്കായി എടുക്കുന്ന ചെറിയ കടമെടുപ്പുകൾ ഈ 20% പരിധിയിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലായിരുന്നു. ഇത് നിക്ഷേപകരുടെ പണത്തിന്മേലുള്ള റിസ്ക് വർദ്ധിപ്പിക്കുന്നു എന്ന് സെബി കണ്ടെത്തി. ഈ ലൂപ്പ് ഹോൾ അടയ്ക്കാനാണ് സെബി പുതിയ നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ കടമെടുപ്പുകളും കണക്കിൽ വരും. ഒരു ദിവസത്തേക്ക് മാത്രമുള്ള കടമെടുപ്പാണെങ്കിൽ പോലും അത് മ്യൂച്വൽ ഫണ്ടിന്റെ ആകെ അനുവദനീയമായ 20% ബോറോവിംഗ് പരിധിയിൽ തന്നെ ഉൾപ്പെടുത്തണം. അതായത് ഒളിച്ചുകളി ഇനി നടക്കില്ല. 2. വ്യക്തമായ ഉദ്ദേശം വേണം. എന്തിനാണ് പണം കടമെടുക്കുന്നതെന്ന് ഫണ്ട് ഹൗസുകൾ കൃത്യമായി രേഖപ്പെടുത്തണം. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ മാത്രമായിരിക്കണം പരമാവധി ഈ തുക ഉപയോഗിക്കേണ്ടത്. 3. റിപ്പോർട്ടിംഗ് നിർബന്ധം. അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ തങ്ങൾ നടത്തുന്ന ഇത്തരം ഓരോ ഇൻട്രാഡേ ട്രേഡ് ഇടപാടുകളും കൃത്യമായ ഇടവേളകളിൽ സെബിയെയും ട്രസ്റ്റികളെയും അറിയിച്ചിരിക്കണം. ഇത് നിക്ഷേപകരെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരു റീറ്റെയിൽ നിക്ഷേപകനെ സംബന്ധിച്ച് ഈ നിയമം കൊണ്ട് യാതൊരു ഉപദ്രവവുമില്ല, മറിച്ച് ഗുണങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അനാവശ്യമായ റിസ്കുകൾ എടുക്കുന്നില്ല എന്ന് സെബി ഉറപ്പുവരുത്തുന്നുണ്ട്. ഫണ്ടുകളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് കൂടുതൽ സുതാര്യമാകും. മാർക്കറ്റിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കും. ചുരുക്കത്തിൽ, നിങ്ങൾ ചെയ്യുന്ന SIP നിക്ഷേപങ്ങൾ മുൻപത്തേക്കാൾ ഇപ്പോൾ കൂടുതൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് വിപണിയിലെ ഇത്തരം ചെറിയ മാറ്റങ്ങൾ കണ്ട് ഭയന്ന് നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. വിപണിയിലെ നിയമങ്ങൾ ഇത്രയും കർശനമാകുമ്പോൾ സാധാരണക്കാരായ നിക്ഷേപകർക്ക് അത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ പുതിയ അറിവ് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വിശ്വസനീയമായ സാമ്പത്തിക വാർത്തകൾക്കായി ET മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അറിവിലേക്കും മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് കൺസൾട്ട് ചെയ്യുക.